ഇനി നമുക്ക് അടിമാലിയിലെ വെള്ളച്ചാട്ടം കൂടി ഒന്ന് കാണാം. അടിമാലി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നുള്ള വിദൂര ദൃശ്യങ്ങളും സഞ്ചാരികളുടെ മനം കവരുന്നവയാണ്. അടിസ്ഥാന സൗകര്യം ഒരുക്കിയാൽ, മികച്ച ടൂറിസം കേന്ദ്രമാക്കിയാൽ വലിയ തോതിൽ സഞ്ചാരികളെ ഇവിടെ ആകർഷിക്കാൻ സാധിക്കും. അടിമാലി ടൗണിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുരങ്ങാട്ടി വെള്ളച്ചാട്ടത്തിനടുത്തെത്താം. ഇവിടെ നിന്ന് നോക്കിയാൽ അടിമാലി പട്ടണം കാണാം. ഹൈറേഞ്ചിന്റെ വിദൂര ദൃശ്യങ്ങളും സഞ്ചാരികളെ പിടിച്ചിരുത്തും. മഴക്കാലത്തിന് വെള്ളച്ചാട്ടത്തിന് ഭംഗിയേറും. വേനലെടുക്കുമ്പോൾ അരുവി പോലെ നേർക്കുമെങ്കിലും വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം കുറയുന്നില്ലെന്ന് സന്ദർശകർ. അധികൃതരുടെ ശ്രദ്ധയെത്തുന്നില്ലെങ്കിലും സഞ്ചാരികൾ കേട്ടറിഞ്ഞ് ഈ മലമുകളിലെത്തും. ഏറെ നേരം ഇവിടെ ചിലവഴിക്കും. അടിമാലിയുടെ തന്നെ നല്ലൊരു വ്യൂ ആണ് ഈ വെള്ളച്ചാട്ടത്തിന്. നമ്മൾ നേരെ അടിമാലി നോക്കുമ്പോൾ മുകളിലായിട്ട് കാണാൻ പറ്റും. ഫുൾ അടിമാലി ടൗണ്, ബിൽഡിങ്സ്, മെയിൻ ബസ് സ്റ്റാൻഡ് അങ്ങനെ കാണുന്നത് നല്ലൊരു കവറേജ് കിട്ടുന്ന വ്യൂ. രാത്രിയൊക്കെ നല്ലൊരു സൈറ്റാണ് വന്നിരിക്കാൻ. നമുക്കറിയില്ല, അപ്പോൾ വന്നപ്പോൾ ചായ കുടിക്കാൻ കടയിലൊക്കെ ചോദിച്ചു പറഞ്ഞു രാത്രി തന്നെ മക്കളെ ഇപ്പോഴാണ് നല്ലൊരു വൈബ് കാണാൻ. ഫുള്ള് ഭയങ്കര ലൈറ്റിംഗ് ആയിരിക്കും. വലിയ കരിമ്പാറക്കെട്ടുകളിലോ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്തോ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. ടൂറിസം വകുപ്പോ തദ്ദേശ സ്ഥാപനങ്ങളോ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടില്ല. മൂന്നാറിലേക്ക് എത്തുന്ന സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയുമെങ്കിലും അതിനുള്ള നടപടികളൊന്നും ഇതുവരെ അധികൃതർ കൈക്കൊണ്ടിട്ടില്ല. സുരക്ഷാ വേലിയും ഇരിപ്പിടങ്ങളും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുവാനുള്ള കൽപ്പടവുകളും തീർത്താൽ തന്നെ സഞ്ചാരികൾക്ക് ആവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളാകും. ഇവിടെ കുറെ സജ്ജീകരണങ്ങളൊക്കെ വരുവാണെങ്കിൽ കുറെ ടൂറിസ്റ്റുകൾ ഈ സ്ഥലത്തേക്ക് കയറി വരും. ഇപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് തന്നെ പെട്ടിമുടി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ അടിമാലിയിൽ വളരെ പെട്ടെന്ന് ഫേമസ് ആയി. എറണാകുളത്ത് നിന്നൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ, ഇപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മളിങ്ങനെ സ്ഥലങ്ങൾ അറിഞ്ഞറിഞ്ഞ് കയറി വരികയാണ്. അടിമാലി ടൗണിൽ നിന്ന് കുരങ്ങാട്ടി വെള്ളച്ചാട്ടം കാണാം. ടൗണിൽ നിന്ന് ഇവിടേക്ക് ജീപ്പ് സർവീസ് ഏർപ്പെടുത്തണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18 അടിമാലി.